ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേവൂസ് വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ കുഞ്ഞുണ്ണി? അതും ആരുടെ ഒപ്പം നമ്മൾ പോണത്? അതെ, അത് ഞങ്ങളിപ്പോൾ സമയം രാവിലെ പുലർച്ചെ 4 മണി ആ ഒരു സമയമാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇപ്പം തന്നെ ഇറങ്ങണം. കാരണം ഞങ്ങൾ വയനാട്ടിലേക്ക് പോവാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാറുണ്ട്, ബെസ്റ്റ് ജ്യോതി, അങ്ങനത്തെ എല്ലാവരും ഉണ്ട്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് നമ്മളിന്ന് വയനാട് ട്രിപ്പ് പോകാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഷും അപ്പോൾ ഞങ്ങൾ എല്ലാവരും ബിഗ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പോവുകയാണ്. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ കയറി, എന്തോ അങ്ങനെ എനിക്ക് പേര് മനസ്സിലായില്ല, അങ്ങനെ എന്തോ ആണ് പേര്. അപ്പം നമുക്ക് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു. ലഞ്ച് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ അവിടെ ഞങ്ങൾ എന്താ പറയുക ഭക്ഷണം കഴിക്കാനാണ്. ഈ സമയം 6:55 എൻ്റെ ഇപ്പോൾ ശ്രീന്ദ ചേച്ചിൻ്റെ കാര്യം. Sunrise to starlight, day to night. Nature's canvas unfolding so grand. In this journey we're living on plan. നമ്മളെവിടെയാ എന്നൂര്, അതായത് ഗോത്രവർഗക്കാരുടെ പല എന്തൊക്കെയോ കാണിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ജീപ്പിൽ പോവാണ്. അപ്പൊ നമ്മൾ എവിടെയാണുള്ളത്? നമ്മളിപ്പോ വയനാട്ടില്. അപ്പൊ അവളെന്തോ അതെ, എന്നൂര്. അപ്പം അവിടെ നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ, എന്തോ പഴയ ആൾക്കാരുടെയൊക്കെ ലൈഫ് സ്റ്റൈലൊക്കെ കാണുന്ന ഒരു സ്ഥലത്തുണ്ട്. ഞങ്ങളിപ്പോൾ നേരത്തെ നിങ്ങൾ ജീപ്പിൽ പോകണ കണ്ടില്ല. അപ്പം അങ്ങനെ ജീപ്പിൽ പോയിട്ട് ഒരു ഭയങ്കര വ്യൂ ഉള്ള ഒരു സ്ഥലത്തെത്തി. പിന്നിൽ മൊത്തം അടിപൊളി വ്യൂ ആണ്. ഞാൻ നിൽക്കി കാണിച്ചാട്ടോ. ഇതൊരു ഓട്ട പോലെ ഉണ്ട്. ഇതാകുമ്പോ അവിടെ ഫോട്ടോ. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഇവിടെയൊക്കെ നമ്മൾ നല്ലതാ. അവിടെയൊക്കെ മലനിരകൾ ഇങ്ങനെ പിന്നെ നല്ല അടിപൊളി വ്യൂ ആണ്. അതേപോലെ നല്ല അടിപൊളി തണുത്ത കാറ്റാണ് കേട്ടോ. തണുത്ത കാറ്റ് പറയാം, തണുത്ത കാറ്റ് ഗൈസ്. എൻ്റെ പക്ഷി കണ്ടു. ഹലോ. അപ്പോൾ നമ്മൾ നടന്നു പോവുകയാണ്. ജ്യോതിയൊക്കെ അവിടെയാണ് ഉള്ളത്. നമുക്ക് നോക്കാം. അടിപൊളിയായിട്ടാണ്.
അപ്പോൾ നമ്മള് എന്താ പറയാ ഇവിടുന്ന് തിരിച്ച് ഇപ്പൊ നമ്മള് പൂക്കോട് പറഞ്ഞൊരു സ്ഥലത്തെത്തി. അപ്പോൾ നമ്മളവിടെ ഒരു ജംഗിൾ ബുക്ക് വയനാട് ജംഗിൾ ബുക്ക് പറയാനായിട്ട് തൊട്ടപ്പുറത്താണ്. വെൽക്കമിന്റെ അവിടെ ഒരു കുരങ്ങൻ. ഇവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർ വല്ലാണ്ട് ഫുഡൊന്നും വാങ്ങിക്കുന്നില്ല. ചെറുട്ടികൾ വാങ്ങിയിട്ടുണ്ട്. കുരങ്ങൻ കൊണ്ടുപോകുന്നതുകൊണ്ട് അവിടെ കുരങ്ങന്മാരുണ്ട്. ഞാൻ കാണിച്ചു. ഇവിടെ നമ്മളങ്ങനെ ബോട്ടിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബോട്ട് ഒരു ബോട്ട് 7 സീറ്റ് ഉള്ളതും പിന്നെ ഒരു പെഡൽ ബോട്ട് 2 സീറ്റ്. ഹലോ ഗൈസ്, ഏതാണ് ശ്രീന്ദ ചേച്ചി. അപ്പം നമുക്ക് ബോട്ടിൽ കയറാം ഗൈസ്. നമ്മൾ പൂക്കോട് ഇറങ്ങി. ഇനി നമ്മളെന്തോ ഹണി മ്യൂസിയം കാണാനാണ് പോകുന്നത്. നമുക്ക് അവിടെ നിന്ന് കാണാം. ഓക്കെ, നമ്മളെങ്ങനെ എന്താ പറയുക ഇവിടുത്തെ ഹണി മ്യൂസിയത്തിലെത്തി. നമ്മളങ്ങനെ എൻട്രൻസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പോകാം. ഓക്കെ, ഞങ്ങളങ്ങനെ ഇനി കുറച്ച് ഞങ്ങളിപ്പോൾ ഇറങ്ങാനുണ്ടായിരുന്നു പോവുകയാണ്. അപ്പം ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ സ്റ്റോറുകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സംഭവങ്ങൾ കഴിച്ചു. പിന്നെ ഇവിടുത്തെ ചോക്ലേറ്റ്സ്, വയനാടൻ ചോക്ലേറ്റ്സ്, പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു മാംഗോ ജെല്ലി, ഒരു പുഡിംഗ് പോലത്തെ ജെല്ലി, പിന്നെ പിന്നെന്തായിരുന്നു ഒരു ഈവിൾ അതിൻ്റെ കണ്ണാടിയാണ് കേട്ടോ. പിന്നെ കുഞ്ഞുണ്ണിക്ക് വേഫർ റോളും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് ചിന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നമ്മൾ ഗൈസ്, ഞങ്ങൾ ഈ റീഗൽ ഫുഡ് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ ഒരു ബിരിയാണിയും പിന്നെ ബിരിയാണിയാണ് കഴിച്ചത് കേട്ടോ. അതും ചിക്കൻ ബിരിയാണി നല്ല ടേസ്റ്റായിരുന്നേ. ഞങ്ങളെല്ലാവരും എന്താ പറയുക ബനസുര സാഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തില്ല, കാരണം ഞാൻ പോകുന്ന സമയത്ത്
അങ്ങനെ ഗൈസ് നമ്മൾ ഈ വാട്ടർ തീം പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഈ വാട്ടർ തീം പാർക്കിൻ്റെ പേരാണ് ടാൻസാനിയ എന്ന് പറയുന്നത്. ഇതൊരു വാട്ടർ തീം പാർക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു എന്താ പറയുക സാധാ ഒരു അഡ്വഞ്ചറസ് പാർക്ക് പോലെയാണ്. കുറേ റൈഡുകളുള്ളൊരു പാർക്ക് തന്നെയാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടാൻസാനിയ എന്നായിരുന്നു വീഡിയോയിൽ. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യണത് കേട്ടോ. കാരണം ആ ഒരു വേർഡ് മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതൊരു അടിപൊളി പാർക്ക് തന്നെയാണ്. വാട്ടർ ഉണ്ട്, പിന്നെ എന്താ പറയുക അഡ്വഞ്ചർ ആയതുണ്ട്, അങ്ങനെ പലതരം സംഭവങ്ങളുള്ളതൊക്കെയാണ്. ഇതിപ്പം ഞങ്ങൾക്ക് നല്ല നിർബന്ധമായിരുന്നു ഇങ്ങോട്ട് വരണമെന്ന്. അങ്ങനെ ഞങ്ങൾ വന്നതാട്ടോ ഈ ഒരു വാട്ടർ തീം പാർക്കിക്ക്. ഇനി നിങ്ങൾ ബാക്കി വിശേഷങ്ങളെ കണ്ടോളൂ. നമ്മൾ അങ്ങനെ ഒരു റൈഡിൽ കയറി. ഒരു പ്ലെയിൻ പോലത്തെ ഒരു റൈഡാണ്. ഇത് കറങ്ങുന്നതാണ്. അപ്പം നമുക്ക് കയ്യിൽ കാണാൻ നമുക്ക് കയറാൻ പോകേണ്ടത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫാസ്റ്റാണ്. അപ്പം ഞങ്ങൾ ബെൽറ്റൊക്കെ കണ്ടില്ലേ. ഇത് ഞാൻ നമ്മൾ വാണാസുര സാഗറിന് വാങ്ങിച്ച പുതിയ ബാഗാണ്. ഫോൺ ഇട്ടയ്ക്കാൻ സ്റ്റാർട്ട് അങ്ങനെ ഗൈസ് ഞങ്ങൾ എന്താ പറയുക അഷികയാണ് ഇപ്പോൾ ഇത്. അഷിക എന്താ പറയുക ഈ ബുൾ റൈഡർ പറഞ്ഞ സംഭവമില്ലേ അതിൽ കയറിയിട്ടിരിക്കുകയാണ്. അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു വീഴോ എന്നൊക്കെ. അപ്പോൾ അവൾ മാക്സിമം പിടിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇരുന്നത് കേട്ടോ കുറേ നേരം. പക്ഷേ ഇവൾക്ക് ഏറ്റവും സ്ലോ ആയിട്ടാണ് അവിടുത്തെ ചേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി എൻ്റെ കണ്ടു നോക്കും കേട്ടോ. ഗൈസ് നേരത്തെ എൻ്റെ ഭയങ്കര കോമഡി ഉണ്ടല്ലോ. ഞാൻ ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി അങ്ങനെ പേടിച്ചിരുന്നിട്ട് കേട്ടോ. അപ്പോൾ ഇത് ശ്രീനന്ദ ചേച്ചിയും എന്നെപ്പോലെ തന്നെ ആയിരുന്നു. പക്ഷേ ഏറ്റവും കോമഡിക്ക് ചിരിക്കാൻ വന്നിട്ട് ശ്രീനന്ദ ചേച്ചിയാണെങ്കിൽ കുറച്ച് സ്പീഡൊക്കെ ആയപ്പോഴത്തേക്കും അത് നോക്കിക്കോട്ടോ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരേ. കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ചാടും താഴോട്ട് താനെ ചാടിപ്പോകും. എനിക്കറിയാം ഗൈസ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോളൂ. അതകടില്ലേ ഇപ്പം വീണില്ലേ, അത് താനെ ആ ബുൾ റൈഡറിന്ന് വീണാണേ. ഞാനെന്താ ഇങ്ങനെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നിലുള്ളതാണ് ഞങ്ങളെ ഈ വാട്ടർ തീം പാർക്ക് എന്ന് പറയുന്നത്. അവിടെ പോയി കളിച്ച് കുളിച്ച് ഡ്രസ്സെല്ലാം മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക ഇനി നമ്മൾ ഭക്ഷണം കഴിക്കും. എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് ഇപ്പോൾ ഇന്ന് പോകാമെന്നാണ് പറയണത്. പിന്നെ വലിയ നല്ല വല്ല ഹോട്ടലുണ്ടെങ്കിൽ അങ്ങനെ പോയി കഴിക്കാൻ. പിന്നെ കുഞ്ഞുണ്ണി ഡ്രസ്സ് മാറ്റി. കുഞ്ഞുണ്ണി എന്താ പറയുക ഈ വാട്ടർക്ക് ഇവിടേക്ക് വന്നിട്ടില്ല. പക്ഷേ കുഞ്ഞുണ്ണി എന്താ പറയുക ഇവിടെ നിൽക്കായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ അവിടെ ഒരു പച്ച സ്ലൈഡ് കണ്ടില്ലേ, ആ സ്ലൈഡിൽ ഇങ്ങനെ ആവുന്ന സമയത്ത് കുഞ്ഞുണ്ണി എനിക്ക് ഹായ് ഇങ്ങനെ തരും കേട്ടോ. ചാടി കളിച്ചിട്ട് തൊപ്പി വെച്ച് ചാടി കളിച്ചിട്ട് ഹായ് എന്ന് പറയായിരുന്നു കേട്ടോ. അപ്പം ഇനി നമുക്ക് എന്തായാലും എന്താ പറയുക ഭക്ഷണം കഴിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പം അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഫുഡെല്ലാം എന്താ ഇവിടെ ഞങ്ങൾ മൊത്തം ചപ്പാത്തി പിന്നെ എന്താ ഗോപി മഞ്ചൂരിയാണ് എല്ലാം പോകുന്നത്. ഞങ്ങളെല്ലാവരും ഞങ്ങൾ 5 പേരും ഒരു ബെഞ്ചിലാണ് ഒരുമിച്ചാണ് രാവിലെയാണ്. പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ എന്താ പറയുക നമ്മളെ ട്രിപ്പിൻ്റെ സമയത്ത് രാത്രി നമ്മളെ കൺക്ലൂഷൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ വണ്ടി കയറി അപ്പം തന്നെ നല്ല കിടന്നുറങ്ങി. പിന്നെ എന്താ പറയുക ഞങ്ങൾ കണ്ണ് അടച്ച് തുറന്നപ്പോഴത്തേക്ക് ഞങ്ങളെ വീടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കണ്ണടച്ച് തുറക്കാൻ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങിയിട്ട് കണ്ണടച്ച് ഉറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ എണീക്കുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്നാണെന്നല്ല, വീട്ടിൻ്റെ വഴീൻ്റെ ആ ഒരു ടൈമിലാണ് ഞങ്ങൾ എണീക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് നമ്മൾ കൺക്ലൂഷൻ എടുക്കാവുന്ന സമയത്തില്ല. പിന്നെ പാതിരാത്രിയും കൂടെ ആയതുകൊണ്ട് പിന്നെ എനിക്കപ്പോഴത്തേക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അപ്പം തന്നെ വേഗം കിടന്നുറങ്ങുകയാണ് ചെയ്തത്. ഡ്രസ്സൊക്കെ മാറ്റി പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കൺക്ലൂഷൻ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോ താഴെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യണം. പിന്നെ
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ഒരു ബെൽ ബട്ടൺ ഉണ്ടല്ലോ അതൊന്ന് അമർത്തുക. അപ്പോൾ ഇനി പുതിയ കുറേ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഇറ്റ്സ് മീ ദേവനന്ദ പി സൈനിങ് ഔട്ട്.